അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരങ്ങൾ നീട്ടിയിട്ട് കാരുണ്യത്തെ ചോദിച്ചവരാണ് നമ്മൾ. ആ കാരുണ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന പരിശോധന ഈ രണ്ടാമത്തെ പത്തിലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ഒരേ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിച്ചോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതെന്താണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് നാം മറ്റുള്ളവരോട് ആർദ്രത കാണിക്കുമായിരുന്നു, കനിവ് കാണിക്കുമായിരുന്നു, അവരോട് കരുണ കാണിക്കുമായിരുന്നു. മറ്റുള്ളവരോട് നമുക്ക് വല്ലാത്തൊരു സ്നേഹം, അനുകമ്പ, ദയ ഇതൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടോ? സഹജീവികളോട്, മനുഷ്യരോട് മാത്രമല്ല, എല്ലാ പച്ചക്കരളുള്ള ജീവികളോടും നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ആർജിച്ചെടുത്ത കാരുണ്യം ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കരുണ കിട്ടിയ നാം ഓരോരുത്തരും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ കാരുണ്യം നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ. ഈ 10 പാപമോചനത്തിന്റെ 10ആണ്. ഈ പാപമോചനത്തിന്റെ 10 അള്ളാഹു നമുക്ക് പാപമോചനം തരണമെങ്കിൽ, നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കഴുകി ശുദ്ധിയാക്കി പാപത്തിന്റെ കറകളെടുത്ത് കളഞ്ഞ് ആ പാപത്തിൽ നിന്നൊരു മോചനം നമുക്ക് അള്ളാഹു തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ, മറ്റുള്ളവരോട് എന്തെങ്കിലും പാകപ്പിഴവുകൾ വാക്കുകളായി പ്രവൃത്തികളായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് ലഭ്യമാവുള്ളൂ. അല്ലാതെ മറ്റുള്ളവരോട് യാതൊരു നിലയിലുള്ള വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത ഒരാൾക്ക് അല്ലാഹു തആല പാപമോചനം തന്ന് ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിക്കണ്ട. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇനി മൂന്നാമതൊരു 10 വരാനുണ്ട്. ആ 10 നരകമോചനത്തിന്റെ 10ആണ്. ആ നരകമോചനം നമുക്കറിയാമല്ലോ, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീ കൊണ്ടാണ്. തീയാണല്ലോ നരകമെന്ന് പറയുന്നത്. ആ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് പിശാച്. ആ പിശാചിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് കോപം. അള്ളാഹുവിൻ്റെ കോപമാണ് നരകമെന്ന് പറയുന്നത്. നാം നരകമോചിതരാണോ? അല്ലാഹു തആല നരകമോചനം നമുക്ക് മൂന്നാമത്തെ 10ൽ തന്നിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മൾ മറ്റുള്ളവരോട് കോപിക്കാതെ, മറ്റുള്ളവരോട് ദേഷിക്കാതെ, ആരോടും ഒരു ക്രോധമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് സുനിശ്ചിതമാണ്. ഞാനിത് മൂന്നും നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ആമുഖമായി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കാരുണ്യത്തിൻ്റെ 10 നമുക്ക് കരുണയിൽ അല്ലാഹു തആല തരണമെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10. ആ പാപമോചനം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അടിമകളോട് നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. നരകമോചനമെന്ന മൂന്നാമത്തെ 10ൽ അള്ളാഹുവിൻ്റെ നാരകീയ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ കോപമെന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ കോപത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട തീ കൊണ്ട് പടയ്ക്കപ്പെട്ട നരകത്തിലേക്ക് നമ്മൾ ചെന്നു വീഴാതെ ഒരു മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടിമകളോട് കോപിക്കാതെ, ദേഷിക്കാതെ നമുക്കിരിക്കാൻ സാധിക്കണം. ഇത് മൂന്നും സൃഷ്ടികളുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. റമളാൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് പടച്ചവനും നമ്മളും തമ്മിലുള്ള ബന്ധമൊന്നാണ്. അല്ല, പടച്ചവനും നമ്മളും തമ്മിലുള്ള അല്പം കൂടെ ഇതൊന്ന് തുറന്നു വെച്ചേക്ക്. പടച്ചവനും സൃഷ്ടിയും തമ്മിൽ മാത്രമുള്ള ബന്ധമല്ല. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കാരണം യഥാർത്ഥത്തിൽ റമളാനിൽ എനിക്ക് തറാവീഹിന് ശേഷം അരമണിക്കൂർ പ്രസംഗമാണ്. സെൻട്രൽ ജുമാ മസ്ജിദിൽ എനിക്ക് ആകെയുള്ള ഡ്യൂട്ടി റമളാനിൽ തറാവീഹിന് ശേഷം ഒരു അരമണിക്കൂർ പ്രസംഗിക്കണം. ആദ്യത്തെ 2 10, അവസാനത്തെ 10 1 മണിക്കൂർ. രാത്രി തറാവീഹ് തീരുന്ന സമയം എന്ന് പറയുന്നത് അവിടെ 10:15 മണിയാണ്. 10:15 മണിക്ക് തറാവീഹ് തീർന്ന് വിത്തുറും എല്ലാം കൂടി കഴിഞ്ഞ് 10:30 മണിക്ക് തുടങ്ങുന്ന പ്രസംഗം 11, 10 വരെയൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ 28 കിലോമീറ്റർ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴേക്ക് ഏകദേശം 12:30 മണിയാവും.
അതിനുശേഷം അറിയാമല്ലോ, രാവിലെ ഇടയത്താഴത്തിനും അതുപോലെ തന്നെ തഹജ്ജുദ് റമളാനിലൊക്കെയാണല്ലോ കൂടുതൽ ഇബാദത്തുകൾ എടുക്കുക. അത് 4 മണിക്ക് എഴുന്നേറ്റാലേ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ കഴിയൂ. അപ്പോഴേക്ക് പിന്നീട് അവിടെ നിന്ന് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2.5 മണിക്കൂർ യാത്ര ചെയ്യണം. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഫാനിൻ്റെ കാറ്റിങ്ങനെ കിട്ടുന്നുണ്ട്, നല്ല ചാര് കസേര ഇരിപ്പുണ്ട്, രാത്രിയിലെ ഉറക്കം ബാക്കി കിടക്കുകയാണ്, പട്ടിണിയുടെയും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും വിഷമമുണ്ട്, നല്ല സുഖമായിരിക്കും ഉറങ്ങാൻ. വണ്ടി ഓടിക്കുന്നവൻ്റെ അടുത്തിരുന്ന് രാത്രി ഉറങ്ങരുതെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അസൂയ കൊണ്ടല്ല. ഡ്രൈവറും ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങളാരും ഉറങ്ങരുത്, ഞാനും ഉറങ്ങിപ്പോകും. ആമുഖമായിട്ട് ഞാൻ പറയാൻ, നിങ്ങൾ ഉറങ്ങിയ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ ചില വലികൾ പുറത്തോട്ട് വരെയുള്ളൂ, കൂർക്കം വലി. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയാൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാതെ വരും. പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പലതും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് സമയമൊന്നുമില്ലല്ലോ, ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നൗഷാദ് ബാക്കവി വരുന്നുണ്ട് അടുത്ത ഞായറാഴ്ച, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. കബീർ ബാക്കവി ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് തുടക്കമാണ്. യൂനിസക്കാട്ട ഞാൻ പറഞ്ഞു, വേറൊരു കാര്യം, തുടക്ക ദിവസമാണ്, മാത്രമല്ല പരീക്ഷയുടെ സമയമാണ്, മാത്രമല്ല ചൂടിൻ്റെ സമയമാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളാണ്. പക്ഷേ ഇരിക്കുന്ന ആരും മോശക്കാരല്ല. അവർക്ക് എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു, റാഹത്തായിട്ട് വീട്ടിൽ കിടന്നുകൂടായിരുന്നോ? അതുകൊണ്ട് വരാത്തൊരു സമൂഹത്തെ പറഞ്ഞ് വന്നവരുടെ മുന്നിൽ ചെന്തേ അവർ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നില്ല. കാരണം വന്നവരൊക്കെ നല്ല ആളുകളാണ്, അവർക്കും കിടന്നുറങ്ങാറുന്നല്ലോ. പക്ഷെ ഓടിയെത്തിയത് എന്തുകൊണ്ടാണ്? പ്രസിഡന്റ് പള്ളിയിൽ നിന്ന് മഹല്ലിൽ നിന്ന് പുറത്താക്കുമൊന്നുമില്ല, ആരും വന്നില്ലെങ്കിലും. പക്ഷേ ഇത് വന്നത് ദീനിനോടും പരിശുദ്ധ റമളാൻ മാസത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീട്ടി ഇരുത്തി വിഷമിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഉണർന്നിരുന്ന് കേൾക്കണം. സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ് റമളാൻ, സൃഷ്ടാവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ധാരണ അള്ളാഹു നമ്മളും തമ്മിൽ അടുപ്പുണ്ടാക്കാൻ വേണ്ടി വെച്ചതെന്നാണ്. അല്ലേ അല്ല. കാരണം കാരുണ്യത്തിൻ്റെ 10 മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അതുകൊണ്ടല്ലേ റമളാൻ മാസം ആകുമ്പോൾ ഓരോരുത്തർ കിറ്റും പാത്രമായിട്ടൊക്കെ വീടുകളിൽ വരുന്നത്. എന്റെ ശവ്വാലിൽ വരുന്നില്ല, എന്റെ റജബിലും ശഅബാനിലും വരുന്നില്ല? എന്തുകൊണ്ടാണ്? റമളാനിൽ എല്ലാവന്റെയും മനസ്സിന് അലിവുണ്ടാവും, ആർദ്രതയുണ്ടാവും. അത് ശവ്വാലായി പെരുന്നാളിന്റെ പിറ്റുന്നോലെ അത് പൂട്ടി. ശഅബാൻ മാസത്തിന്റെ 29ന്റെ പകലിൽ പോയാലും കിട്ടാത്ത ആ ഒരു ആർദ്രത പരിശുദ്ധ റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുന്നു എന്ന് കണ്ടാൽ ആ നിമിഷം മുതൽ മനസ്സിന് പ്രത്യേകമായൊരു അലിവുണ്ടാവാൻ. ആ അലിവ്, ആ ദയ നമ്മൾ കാണിച്ചാലേ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടുള്ളൂ. നമുക്കങ്ങനെ കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാകണം. മഹാനായ അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ്, ഏറ്റവും വലിയ ധർമ്മിട്ടനാണ്, പേരുകേട്ട ധർമ്മിട്ടനാണ്. അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പേരുകേട്ട ധർമ്മിട്ടനാണ്. ഓരോ നാട്ടിലും ഓരോ പേരുകേട്ട ധർമ്മിട്ടന്മാരുണ്ടാകുമല്ലോ. അയാൾ ഏറ്റവും നല്ല പേരുകേട്ട നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിട്ടനാണ്. ആളുകളെ ധർമ്മിട്ടന്റെ പേര് പറയുമ്പോൾ ആദ്യമായി പറയുന്നത് അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. കാരണം ഇത്രത്തോളം ധർമ്മം ചെയ്യുന്ന മനുഷ്യന് വേറെയില്ല. ചരിത്രത്തിൽ പോലും അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ ധർമ്മിട്ടന്മാർ ലിസ്റ്റിലാണുള്ളത്. അദ്ദേഹം ഒരു ദിവസം ഒരു തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ശരീരത്തിന്റെ വേഷം മുഴുവനും, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വേഷം മുഴുവന് കീറിപ്പറഞ്ഞ കണ്ണ് കുടിഞ്ഞ കവളൊട്ടിയ വയറൊട്ടിയ ഇല്ലുംതിയ ഒരു പാവപ്പെട്ട മനുഷ്യനെ കാണുകയാണ്. ആ പാവപ്പെട്ട സഹോദരൻ ആ തോട്ടം നനയ്ക്കുകയാണ്. ആ തോട്ടത്തിലുണ്ടാകുന്ന എല്ലാ ഫലവർഗങ്ങളെയും നല്ല നിലയിൽ പരിപാലിക്കുകയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. എന്താണ് അയാൾ ചെയ്യുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നിന്നോ ആ തോട്ടത്തിന്റെ മുതലാളിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഏതാനും ചില റൊട്ടി കഷണങ്ങളുമായിട്ട് വരികയാണ്. ആ പാവപ്പെട്ട കർഷകന്റെ കയ്യിലേക്ക് ഏതാനും ചില റൊട്ടി കഷണങ്ങൾ കൊടുക്കുകയാണ്. 1-2 റൊട്ടി മാത്രമാണ് ആ പാവപ്പെട്ട കർഷകന്റെ കയ്യിലേക്ക്
മുതലാളി കൊടുത്തത്. ആ കർഷകൻ വാങ്ങിയിട്ട് അത് തന്റെ ചുണ്ടോടൊന്ന് ചേർത്തു വെക്കാൻ, പട്ടിണിയുടെ പരിവട്ടത്തിന്റെ വേദനയുടെ നാളുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് ഇരിക്കുമ്പോ ഒരു കുപ്പി വെള്ളവും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുപോലെ 2 റൊട്ടി കഷ്ണവുമാണ് മുതലാളി കൊടുത്തത്. ആ റൊട്ടി കഷ്ണം തിന്നാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ റൊട്ടിയെടുത്ത് കയ്യിലേക്ക് അങ്ങ് വെക്കുമ്പോ അതാ ഒരു നായ ഓടി വരികയാ. ഒരു നായ ഓടി വരികയാണ്. ആ നായ ഓടി വന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തങ്ങൾ നോക്കി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർഷകന്റെ മുന്നിൽ വന്നിട്ട് വായ തുറക്കുകയാ. ആ കർഷകൻ അതാ ഒരു റൊട്ടിയെടുത്തിട്ട് ആ നായക്ക് അങ്ങ് കൊടുക്കുകയാണ്. ആ നായ വാലാട്ടിയിട്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം 2ാമത്തെ റൊട്ടിയെടുത്തിട്ട് അദ്ദേഹം കഴിക്കാൻ ശ്രമിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അടുത്ത നായ അതാ ഓടി വരികയാ. അടുത്ത നായ വന്നുകൊണ്ട് ആ റൊട്ടി കഷ്ണത്തിന് വേണ്ടി വായ തുറക്കുകയാ. അവശേഷിക്കുന്ന 2ാമത്തെ റൊട്ടിയും എടുത്തിട്ട് നായക്ക് കൊടുക്കുമ്പോ അതും വാലാട്ടിയിട്ട് മടങ്ങി പോകുന്ന കാഴ്ച കണ്ടിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല സ്വയം പറഞ്ഞു പോയി, അല്ലാഹുവേ, ഈ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫറിനെയാണല്ലോ ജനങ്ങൾ ഏറ്റവും വലിയ ധർമ്മിട്ടനെന്ന് പറയുന്നത്. ഒരു നായ കടന്നു വരുമ്പോ ആ നായക്ക് തിന്നാൻ തന്റെ കയ്യിൽ തിന്നാൻ വേണ്ടി കൊടുത്ത റൊട്ടി കഷ്ണം, ആ റൊട്ടി കൊടുത്തിട്ട് നായക്ക് പട്ടിണി മാറ്റി കൊടുത്ത ഈ പാവപ്പെട്ട കർഷകനല്ലയോ പടച്ച റബ്ബേ ഏറ്റവും വലിയ ധർമ്മിട്ടനെന്ന് ചിന്തിച്ചു പോവുകയാ. മിട്ടനായ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു നായയുടെ ആ നായക്ക് റൊട്ടി കൊടുത്ത കർഷകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരാ, ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ എത്ര റൊട്ടിയാണ് കിട്ടുക? അയാൾ പറഞ്ഞു, എനിക്ക് 2 റൊട്ടിയാണ് കിട്ടുന്നത്. ആ 2 റൊട്ടിയും നിങ്ങൾ നായക്ക് കൊടുത്തില്ലേ? കാരണം എന്താ? ആ സമയത്ത് കർഷകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ നായ്ക്കൾ വരേണ്ട സ്ഥലം ഇതല്ല, ഇവിടെ നായ്ക്കൾ വരാൻ യാതൊരുവിധ കാരണങ്ങളുമില്ല. പക്ഷേ മനുഷ്യന് സഞ്ചരിക്കുന്ന, മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയിട്ട് കൃഷി ഇറക്കുന്ന ഈ തോട്ടത്തിൽ ഒരു നായ വന്നിട്ടുണ്ടെങ്കിൽ ആ നായ ഇവിടെ എത്തിച്ചത് ഇല്ലൽ ജൂ, അതിന്റെ വിശപ്പല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. വിശപ്പ് കൊണ്ടല്ലേ നായ ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് നായക്ക് ഞാൻ ആ റൊട്ടി കൊടുത്തത്. അദ്ദേഹത്തോട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തങ്ങൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താ കഴിക്കുക? ആ സമയത്ത് ആ കർഷകൻ പറഞ്ഞു, അബീതു അലൽ ജൂ, ഇതേ അവസ്ഥയിൽ ഞാൻ അങ്ങ് കിടക്കും സഹോദരാ. എനിക്ക് പട്ടിണി ഒരു പ്രശ്നമല്ല, എനിക്ക് വിശപ്പ് ഒരു പ്രശ്നമല്ല, എനിക്ക് ദാഹം ഒരു പ്രശ്നമല്ല. എനിക്ക് വേണ്ടത് പട്ടിണി മൂല കടന്നു വന്ന നായക്ക് ഭക്ഷണം കൊടുക്കലാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തങ്ങൾ ചോദിക്കുകയാണ്, നിന്റെ മുതലാളി താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരുമോ? ആ വീട് കാണിച്ചു കൊടുക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തങ്ങൾ നേരെ ചെല്ലുകയാണ് മുതലാളിയുടെ അടുക്കലേക്ക്. എന്നിട്ട് മുതലാളിയോട് ചോദിക്കുന്ന, സഹോദരാ, നിങ്ങളുടെ തോട്ടത്തിലെ കർഷകന് നിങ്ങൾ കൊടുക്കുമോ? ആ കർഷകന് നിങ്ങൾ പറയുന്ന വില തന്നിട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം. അയാൾ ചോദിച്ചു, കാരണം എന്താ? അവിടെ സംഭവിച്ച സംഭവ വികാസങ്ങളെ പറ്റിയിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ പറഞ്ഞപ്പോ ആ സമയത്ത് ആ മുതലാളി പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇത് നിങ്ങൾ ഒരു ദിവസമല്ലേ കണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ ദിവസം ഇത് കാണുന്നുണ്ട്, എത്രയോ ദിവസം ഞാൻ ഇത് കാണുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ കഥയല്ല, പല ദിവസവും അയാൾക്ക് തിന്നാൻ കൊടുക്കുന്ന റൊട്ടി നായ്ക്കൾക്ക് കൊടുക്കുന്നത് പതിവാണ്. അയാൾ പട്ടിണിയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ തങ്ങൾ ചോദിച്ചു, ഞാൻ ആ മനുഷ്യനെ വാങ്ങിക്കോട്ടെ, ആ തോട്ടം നിങ്ങൾ പറയുന്ന മോഹവലതെന്ന് ഞാൻ വാങ്ങിക്കൊള്ളാം, എന്നിട്ട് ആ തോട്ടം ഞാൻ അവനങ്ങ് സംഭാവന കൊടുക്കാൻ പോവുകയാ, അവന് കൃഷി ഇറക്കിയിട്ട് ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, മുതലാളി പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു ദിവസം നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിന് അലിവ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാണുന്ന എന്റെ മനസ്സെന്തേ അലിവ് വരാത്തത്? ഉശ്ഹിദുക അന്നഹു ഹുർറുൻ ലിവജ്ഹില്ലാ, ഇതാ നിങ്ങളെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയുന്നു, അയാൾ ഇന്നു മുതൽ സ്വതന്ത്രനാ. അന്നൽ ബുസ്താന ഹിബത്തും മിന്നീ,
ഈ തോട്ടം ഞാൻ ഇതാ അയാൾക്ക് സംഭാവനയായി കൊടുത്തിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഏതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സുമല്ല. ഇതെവിടെയാണുള്ളതെന്നറിയോ? ഇന്നലകളുടെ നമ്മുടെ പ്രിയപ്പെട്ട ധീര കേസരികൾ, നമ്മുടെ മുന്നോറുകളായ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അവരുടെ ജീവിതത്തിന്റെ താരീഖുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണുന്ന കാര്യമാണ്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുനാഗപ്പള്ളിയിൽ എന്നെ കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാ, രാവിലെ പ്രഭാത സൂര്യന് കിഴക്കന് ചക്രവാളത്തിൽ പൊട്ടി വിടരുന്ന സമയത്ത് അന്നം തേടിയിട്ട് വാഹനമെടുത്തിട്ട് പുറത്തു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ, നിങ്ങളെ ഞാൻ മാറ്റിവെച്ചിട്ട് ഏത് സമയത്തും 24 അവേഴ്സും വീട്ടിനകത്ത് കഴിയുന്ന 7 ദിവസവും 365 ദിവസവും വീട്ടിനകത്ത് കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിയിലെ പെങ്ങളെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തതിന്റെ പേരില് കെട്ടിക്കാൻ പ്രായമായ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ വിവാഹ മംഗല്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചിട്ട് കൈനീട്ടിയ എത്ര സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടച്ചിട്ട് നിങ്ങൾ ജനാല അടച്ചിട്ട് വീട്ടിലാരുമില്ല, ഇവിടെ തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ട നിങ്ങളാണെങ്കിൽ എങ്ങനാണ് പെങ്ങളെ പടച്ചവന്റെ കരുണ കിട്ടുക? എവിടെ നിന്നാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴ വർഷിക്കുക? എവിടെ നിന്നാണ് പടച്ചവന്റെ കാരുണ്യത്തിന്റെ വർഷം ചൊരിയുക? ഒരിക്കലും നമുക്ക് അല്ലാഹുവിന്റെ കരുണ കിട്ടൂല. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവന് അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ മനസ്സ് കാണിച്ചോ പെങ്ങളെ? കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം കുടവുമാകിട്ട് ക്യൂ നിന്നിട്ട് കിട്ടുന്ന കുറച്ച് വെള്ളം കൊണ്ട് മാത്രം പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ട് പാകം ചെയ്യുന്ന സഹോദരിമാര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പാകം ചെയ്യാനുള്ള വെള്ളമില്ലാത്തതിന്റെ പേരിൽ ഒരു ചെറിയ മൺകുടവുമായിട്ട് നിങ്ങൾ മോട്ടോർ കൊണ്ട് നിങ്ങളുടെ ടാങ്കിൽ അടിച്ചിട്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു 10-15 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ വരുമ്പോ മോട്ടോർ കേടാണ്, കറണ്ട് ബില്ല് കൂടുതലാണ്, ഇവിടെ കിണറിൽ വെള്ളം കുറവാണ് എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കാറ് വെള്ളം പോലെ നിഷേധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യാതൊരുവിധ അലിവുമില്ലാത്ത, ആർദ്രതയുമില്ലാത്ത, കനിവില്ലാത്ത, ദയയില്ലാത്ത, സ്നേഹമില്ലാത്ത, അനുകമ്പയില്ലാത്ത, സഹാനുഭൂതിയില്ലാത്ത മനുഷ്യത്വം മരവിച്ചു പോയവർക്ക് എങ്ങനെയാണ് പടച്ചതമ്പുരാന്റെ കരുണ വർഷിക്കുക? അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ എന്ന് 10 ദിവസക്കാലം ചോദിച്ചെങ്കിൽ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 എങ്ങനെയാണ് പടച്ചവന്റെ കാരുണ്യം അല്ലാഹു നമുക്ക് തരിക? ലാ യർഹമില്ലാഹു മല്ലാ യർഹമിന്നാ. മുസൽമാനോട് കരുണയില്ലാത്തവനെന്നല്ല, പച്ചക്കരളുള്ള ജീവജാലങ്ങളോട്, മനുഷ്യരാശിയോട് മുഴുവൻ, അചേതന സചേതന വസ്തുക്കളോടല്ല, കാരുണ്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദൈവം തമ്പുരാന്റെ കരുണ നമുക്ക് ലഭ്യമല്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 ദിവസത്തിന്റെ രാത്രിയും പകലും അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടവരല്ലേ നമ്മൾ? ഒരു ആത്മപരിശോധനയുടെ ദിവസം ഇനിയും നമുക്ക് നഷ്ടമായിട്ടില്ല. ദിവസങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം ഒരു നല്ല വാക്കുകൊണ്ട്. ഡയോജനിസ് ദാർശനികനാണ്. അയാൾ ഒരു ദിവസം നഗരമധ്യത്തിലൂടെ, തിരക്കു പിടിച്ച നഗരമധ്യത്തിലൂടെ നടന്നു വരുമ്പോ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാപാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു വലിയ പാലത്തിന്റെ മുകളിൽ. അയാൾ തന്റെ ഭിക്ഷാപാത്രം നീട്ടി അതിൽ എന്തെങ്കിലും തരണമെന്ന് അഭിലഷിക്കുമ്പോ, ആഗ്രഹിക്കുമ്പോ ഡയോജനിസ് തന്റെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ലല്ലോ സഹോദര. അടിവാരത്തുകൂടി ഒഴുകുന്ന നദിയിലേക്ക് തന്റെ ഭിക്ഷാപാത്രം വലിച്ചെറിഞ്ഞ് ആ യാചകൻ മഹാനായ ഡയോജനിസ് എന്ന ദാർശനികന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, ഞാൻ ഇവിടെ വെച്ച് എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു എന്നാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് ഒരു പുരുഷായുസ് ജീവിക്കാനുള്ള സ്വത്ത് കിട്ടിക്കഴിഞ്ഞു. ഡയോജനിസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അല്ല, നിങ്ങൾ എന്നെ വിളിച്ചത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല സഹോദര എന്നല്ലേ. ആ വിളി, സഹോദര എന്ന് നിങ്ങൾ എന്നെ ചേർത്തു വിളിച്ച വിളി, അതെനിക്ക് കിട്ടിയ വലിയ ഒരു സമ്മാനമാണ്. എനിക്കത് മതി ജീവിക്കാൻ. കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ സഹോദരിമാരെ, ആരെങ്കിലുമൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടുമ്പോൾ
ഒന്നും കൊടുക്കാനില്ല. അവരെ വിളിച്ച് എൻ്റെ കയ്യിൽ തരാൻ പറ്റിയതൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യാം, നിങ്ങളും ദുആരക്ക്, അള്ളാഹു എനിക്ക് തൗഫീക്ക് തന്നാൽ എന്തെങ്കിലും ഞാൻ സഹായിച്ചോളാം. എത്ര നല്ല വാക്കാണ്. അല്ലാതെ ആരെങ്കിലും ഒന്ന് ബെല്ലടിക്കുമ്പോൾ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഇറക്കി വിടുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നെയും നിങ്ങളെയും മാട്ടിപ്പുറത്താക്കും, യാതൊരു സംശയവും ഇല്ല. പള്ളികളിൽ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ പ്രിയപ്പെട്ടവർ നിവർത്തികേട് കൊണ്ടല്ലേ വരുന്നത്. ഇടയ്ക്ക് ചില കള്ളത്തരങ്ങളൊക്കെ വരും, അത് വേറെ. ഇടയ്ക്ക് ചില കള്ളത്തരങ്ങളൊക്കെ വരും. ഞാൻ പണ്ട് ജോലി നോക്കിയൊരു സ്ഥലത്ത്, അവിടെ ഒരു വെള്ളിയാഴ്ച ഒരു അന്ധനായ ഒരു സഹോദരൻ വന്നു. കണ്ടപ്പോഴേ എനിക്ക് സങ്കടം തോന്നി. ഞാൻ കമ്മിറ്റിക്കാരുടെ അടുത്ത് പറഞ്ഞു, അന്ധന്റെ കൈപിടിച്ച് നടത്തിയ വലിയ കൂലിയാണ്. അങ്ങനെ പിന്നെ മൂത്രമൊഴിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒതു കൊടുക്കാനും പള്ളിയിൽ കൊണ്ടുവരാനൊക്കെ കമ്മിറ്റിക്കാരാ കൊണ്ട് നടന്നത്. ഞാൻ ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോയി. വൈകുന്നേരം എന്നെ സെക്രട്ടറി വിളിച്ചിട്ട് ചോദിച്ചു, ഈ വന്ന അന്ധനായ സഹോദരൻ ഉസ്താദിനെ അറിയോ? ഞാൻ പറഞ്ഞു അറിയില്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, രാത്രി സെക്കൻഡ് ഷോയ്ക്ക് തിയേറ്ററിലിരിക്കുകയാണ് ഇയാള്. കണ്ടുവിടാത്ത അന്ധൻ രാത്രി അവിടെ നിന്ന് കിട്ടിയ പൈസയായിട്ട് പോയത് തിയേറ്ററിലാണ്. ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാചാലമായി അങ്ങോട്ട് പറഞ്ഞ് പൈസ പിരിക്കാൻ കഴിവുള്ളവരൊക്കെ ചിലപ്പോൾ ഉടായിപ്പുകളായിരിക്കും. ആവശ്യക്കാരൻ്റെ ഒന്നും മിണ്ടാൻ പോലും അറിയില്ല. പണ്ടേതോ പള്ളിയിലല്ലേ ഒരു മൂലയ്ക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് മരത്തിൽ നിന്ന് വീണതാണേന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഒരാൾ. ഇപ്പുറത്തിരുന്ന് മുതലാളി പറഞ്ഞു, നോക്കി കയറണ്ടായിരുന്നോ എങ്കിൽ വീഴൂലായിരുന്നെന്ന്. ഇതാണ് നമ്മുടെ മനസ്ഥിതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചോന്റെ കരുണ തേടിയാൽ അള്ള തരൂല, കൊടുക്കാൻ മനസ്സുണ്ടാകണം. ഒരു നല്ല വാക്ക്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, തരാനൊന്നുമില്ല, ആ ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് എത്ര രൂപ കൊടുക്കണം? വേണ്ടല്ലോ. നല്ല വാക്ക് പറയാൻ അതെങ്കിലും നമ്മൾ ചെയ്യണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ വിഷയം അതല്ല, കാരണം അത് കഴിഞ്ഞു പോയതാണ്. അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം, അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ 10 നമ്മൾ നിലകൊള്ളുന്ന 10 പാപമോചനത്തിൻ്റെ 10ആണ്. ഞാനൊരു അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കും. ഉറങ്ങുന്നവരെ ഞാൻ ഉണർത്തിക്കോളാം, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10ലാണ് നമ്മളുള്ളത്, പാപമോചനത്തിന്റെ 10. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പാപമില്ലാത്തവരുടെ 10 എന്നല്ല പറഞ്ഞത്. പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും പാപം ചെയ്യുമെന്നല്ലേ എൻ്റെ അർത്ഥം. പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും പാപികളാണ്, മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ്. ആ പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ ഒരു മോചനം കൊടുക്കുന്ന 10 എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നമ്മളെല്ലാവരും പാപ സുരക്ഷിതരാണ്, ഒരു പാപവും ചെയ്യാത്തവരാണ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മനുഷ്യരൊക്കെ പാപികളാണ്. അവിടെ നിന്ന് പറഞ്ഞല്ലോ, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാ പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. എല്ലാ മനുഷ്യരെ പറ്റിയുമാണ് പറഞ്ഞത്. അതിൽ ചില ആളുകളെ ഒഴിവാക്കിയിട്ടില്ല. അംബിയാ മുർസലീങ്ങളെ, മഅ്സൂമീങ്ങളായ പ്രവാചകന്മാര്, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാത്ത, ഒരു നിലയിലും തെറ്റ് ചെയ്യാത്ത, കറാകത്ത് പോലും ചെയ്യാത്തവരുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ മൊത്തത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പ്രതിപാദിച്ചത്, അവരെ പരിചയപ്പെടുത്തുന്നത് കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. എങ്ങനെ തെറ്റ് ചെയ്യുന്നവരാണ്? വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാ. പാപം ചെയ്യാത്തവരുണ്ടോ സഹോദരങ്ങളെ? ആരാ പാപം ചെയ്യാത്തവര്? നമ്മൾ കേട്ടിട്ടുണ്ട്, പല മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദിന്റെ സ്മരണിക ഒരു ദിവസം ഞാൻ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനകത്തൊരു ലേഖനമുണ്ടായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്നത്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മഹത്തുക്കളുടെ മണ്ണാണ് കരുനാഗപ്പള്ളിയുടെ മണ്ണ്. ജീവിതത്തിൽ ഒരു കറാകത്ത് പോലും ചെയ്യാത്തവര് വിരളമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് സഹാബത്തിന്റെ കാലഘട്ടത്തിലല്ല, അത് താബീങ്ങളുടെ കാലഘട്ടത്തിലല്ല, അത് തബഅ താബീങ്ങളുടെ കാലഘട്ടത്തിലല്ല. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അതേ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ജീവിച്ചിരുന്ന മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ആ മഹാനായ പണ്ഡിതനുണ്ടല്ലോ, തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ
സ്ഥാനങ്ങളിൽ എത്തപ്പെടുകയും ലോകത്ത് വലിയ സംഭാവനകൾ സമ്മാനിക്കുകയും ചെയ്ത തഴവാ ഉസ്താദ് ജീവിതത്തിൽ കറാകത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ് എന്ന് ഓരോരുത്തരും വിളിച്ചു പറയുമ്പോ സഹോദരങ്ങളെ, എണ്ണിയാൽ വിരലിലെണ്ണാൻ പറ്റുന്ന നിലയിൽ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആരംഭപ്പൂവായ ഹബീബിന്റെ വാക്കെന്താണ്? കുല്ലുബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരാ. ആരാണ് പാപം ചെയ്യാത്തവർ? അല്ല, എല്ലാവരും പാപം ചെയ്യുന്നവർ തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അതാ പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ, പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ, കുറ്റബോധത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സ് നമ്മൾ പ്രത്യേകമായി റമളാൻ മാസത്തില്, അതിലും പ്രത്യേകമായി രണ്ടാമത്തെ പത്തില് അള്ളാന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയമാ. അതാണ് പാപമോചനമെന്ന് പറയുന്നത്. ഞാൻ തെറ്റുകാരനാണ്, പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്കൊത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപമോചനത്തിന്റെ ഒരു ഭാഗമുണ്ട്. പണ്ട് ഒരു ശില, ആ ശിലയെ ഒരു ശില്പി ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ വഴിയരികിലൊക്കെ വലിയ പാറ, ആ പാറയിൽ കൊത്തിക്കിട്ട് ദൈവത്തെ ഉണ്ടാക്കാറുണ്ട്. ശിലയാണത്. ആ ശിലയെ ശില്പി ശില്പമുണ്ടാക്കാറുണ്ട്. അങ്ങനെ ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശില്പിയുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു കൗതുകത്തോട്, നിങ്ങൾ എത്ര പാടുപെട്ടിട്ടാ ദൈവത്തെ ഉണ്ടാക്കുന്നത്? ദൈവത്തിന്റെ കണ്ണ്, ദൈവത്തിന്റെ മൂക്ക്, ദൈവത്തിന്റെ വാ, ദൈവത്തിന്റെ കൈകാലുകൾ എത്ര കൃത്യമായിട്ടാ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ? ആ സമയത്ത് ശില്പിയുടെ മറുപടി എന്താണെന്നറിയോ? ആ മറുപടി മാത്രം മതി. നമ്മളൊക്കെ പാപികളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എവിടെയോ പാപമോചനത്തിന്റെ, പശ്ചാത്താപത്തിന്റെ കുറ്റബോധ മനസ്സുണ്ട് എന്ന് ബോധ്യപ്പെടാൻ. ശില്പി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ദൈവത്തെ ഉണ്ടാക്കുകയാണ്. ശില, വലിയ പാറ, അതിനെ പൊട്ടിച്ചിട്ട് ഞാൻ ഇതിനെ ശില്പമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ എത്ര കഷ്ടപ്പെട്ട് പണിപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിൽ പണിപ്പെടാനൊന്നുമില്ല. ശില്പി പറയാണ്, ഈ പാറയുടെ ഉള്ളിൽ ഒരു ശില്പമുണ്ട്. ഈ പാറയുടെ ഉള്ളിൽ ഒരു രൂപമുണ്ട്, ദൈവത്തിന്റെ ഒരു രൂപമുണ്ട്. ആവശ്യമില്ലാതെ അതിൻ്റെ മീതെയുള്ള കല്ലുകളെ ഞാൻ കൊത്തിക്കളയാണ്. അതിൻ്റെ മീതിരിക്കുന്ന ആവശ്യമില്ലാത്ത കല്ലുകളെ, ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങളെ ഞാൻ ഉളിയും ചുറ്റിക കൊണ്ടും തട്ടി കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ കല്ലിൻ്റെ അകത്തൊരു രൂപമുണ്ട് എന്ന് ശില്പി പറയുകയാണ്. നമ്മളൊക്കെ പാപികളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു മനസ്സ്, കുറ്റബോധത്തിൻ്റെ മനസ്സുണ്ട്. ആ മനസ്സ് ഉപയോഗപ്പെടുത്താൻ റമളാൻ മാസം പൊതുവെയും പ്രത്യേകിച്ച് രണ്ടാമത്തെ പത്തും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് പാപമോചനത്തിന്റെ പത്തെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളെന്നതിൻ്റെ അർത്ഥം ആ പാപങ്ങളെ കഴുകിക്കളയാൻ, ആ പാപങ്ങളെ കഴുകിക്കളയാൻ പടച്ചതമ്പുരാൻ നമുക്ക് തന്ന മാസമല്ലയോ അള്ളാന്റെ വിശുദ്ധ രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്താണ്. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ ഒരു ആയത്ത്, ആ ഒരൊറ്റ ആയത്ത് മതി എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാപമോചനത്തിന്റെ കണക്ക് പറയാൻ അല്ല പറഞ്ഞതെന്താണ്? والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله. അല്ലാഹ് പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ആരെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൽ, ആരെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൽ, അവ ളലമു അൻഫുസഹും, ആരെങ്കിലും സ്വന്തത്തോട് അക്രമം ചെയ്തു പോയാൽ, ആരെങ്കിലും ഒരു പുണ്യപ്രവൃത്തി അല്ലാത്ത എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്തു പോയാൽ, അല്ലാഹ് പറയുകയാണ് അടുത്ത നിമിഷം പടച്ചവനെ ഓർക്കേണ്ടതാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ആ തെറ്റിൽ അവനോ അടിയുറച്ചു നിൽക്കാതെ ആ തെറ്റവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയപ്പോ ഉടനെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, എന്റെ പടച്ചതമ്പുരാ, എന്റെ അള്ളാഹുവിനോടാണല്ലോ ഞാൻ ധിക്കാരം കാണിച്ചത്, എന്റെ റബ്ബിനോടാണല്ലോ ഞാൻ ഈ പാപം ചെയ്തത്. അള്ളാഹനെ ഓർക്കുമ്പോൾ അവര് ചെയ്ത പാപങ്ങളുടെ പേരിൽ പാപമോചനം തേടുകയാ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. അല്ലാഹ് അല്ലാതെ
അല്ലാതെ പൊറുക്കാൻ ആരും തന്നെ ഇല്ല. എന്നിട്ടോ വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂ, അറിഞ്ഞുകൊണ്ടാ തെറ്റിൽ അവന് അടിയുറച്ച് നിൽക്കുന്നതുമില്ല. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അല്ലാഹ് പറയുകയാണ്, ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനൊരു തിന്മ ചെയ്തപ്പോൾ അവന് കള്ളു കുടിച്ചു, പലിശ വാങ്ങി, വ്യഭിചരിച്ചു, അതല്ലെങ്കിൽ അവൻ ഏതെങ്കിലും നിലയിൽ നിസ്കാരം ഉപേക്ഷിച്ചു, ഫറളായ അല്ലാഹു നിർബന്ധമാക്കിയ അമലുകൾ ഉപേക്ഷിച്ചു. ആ നിലയിൽ അവൻ തെറ്റുകാരനായി മാറുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ തെറ്റവന് ചെയ്ത ഉടനെ അവൻ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ആ നിമിഷം അവന് പടച്ചവനെ ഓർക്കുകയാ. അല്ലാഹുവിനെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് അവന് എന്താ ചെയ്തത്? ഫസ്തഗ്ഫറൂ ലിദുനൂബിഹി, അവന് ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാപമോചനം തേടുകയാ. അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടിയിട്ട് പശ്ചാത്തപിച്ചു മടങ്ങുകയാ. അവന് പാപമോചനം തേടുമ്പോ അല്ലാഹ് പറയുന്നു, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂ, അവൻ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളിൽ അവന് അടിയുറച്ചു നിൽക്കാതെ ഏത് പാപമാണെങ്കിലും അവൻ അതിൽ നിന്ന് പിന്മാറിയിട്ട് അല്ലാഹുവേ നീ അല്ലാതെ എനിക്ക് പുറത്തു തരാ വേറെ ആരുമില്ല എന്ന ചിന്തയോടെ പടച്ചവന്റെ മുന്നിൽ പശ്ചാത്താപ മനസ്സോടെ അവന്റെ മനസാക്ഷി കുത്ത് പടച്ചവന്റെ മുന്നിൽ മലർക്കയങ്ങ് തുറന്നു കൊടുത്ത അല്ലാഹുവിന്റെ ഖുർആൻ അവന് കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? സഹോദരങ്ങളെ, നിങ്ങൾ ഈ ആയത്തിലൂടെ എന്റെ പിന്നാലെ വരണേ. അല്ലാഹു പറഞ്ഞത് പാപം ചെയ്യാത്തവരെ പറ്റിയല്ല. അല്ലാഹു പറഞ്ഞത് ജീവിതത്തിൽ ഒരു പാപം ചെയ്യാത്തവനെന്ന് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. അല്ലാഹ് പറയുന്നത് പാപം ചെയ്തു പോയി, അവന് തിന്മകൾ ചെയ്തു പോയി, പക്ഷേ അല്ലാഹുവിനെ ഓർത്തപ്പോഴോ ആ ഓർമ്മയിൽ അവന് പശ്ചാത്താപ മനസ്സവനുണ്ടായി, അവന് കുറ്റബോധമുണ്ടായി, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പാപമോചനം തേടുമ്പോ അവന് ചെയ്തുകൊണ്ടിരുന്ന ആ തെറ്റങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അല്ലാഹ് പറയുന്നു, ഉലൈക ജസാഉഹും മഗ്ഫിറ, അവൻ അല്ലാഹ് കൊടുക്കുന്ന ജസാ എന്തെന്നറിയോ? അല്ലാഹ് കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? മഗ്ഫിറ, പാപമോചനമാണ്. അവന് ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹ് പൊറുക്കുന്നതാ. ആരെ പറ്റിയാ സഹോദരങ്ങളെ പറയുന്നത്? ഗൗസുൽ ആലമിനെ പറ്റിയല്ല, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറ്റിയല്ല, ഖാജാ മുഈനുദ്ദീൻ അൽ ജിശ്തി തങ്ങളെ പറ്റിയല്ല, മഹാനായ അഹ്മദുൽ ബദവി തങ്ങളെ പറ്റിയല്ല, അതുപോലെ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ പറ്റിയല്ല, മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു എന്ന കരുണാകപ്പള്ളിയിലെ പ്രിയപ്പെട്ട ശൈഖിനെ പറ്റിയല്ല പറഞ്ഞത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഏത് സമയത്തെ തെറ്റ് ചെയ്യുന്ന, അല്ലാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, കള്ളിന്റെ പെണ്ണിന്റെ പിന്നാലെ പോകുന്ന, പലിശയുടെ പിന്നാലെ പോകുന്ന, നിരന്തര തെറ്റുകൾ ചെയ്ത് പാപത്തിന്റെ കറകൾ പുരണ്ട കരങ്ങളും ഹൃദയവുമായിട്ട് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, ഒരു നിമിഷം നിനക്ക് പടച്ചവനെ ഓർമ്മ വന്നപ്പോ പശ്ചാത്താപ മനസ്സോടെ ഇത് കരങ്ങൾ ആകാശത്തിലേക്ക് നീട്ടിയിട്ട് അല്ലാഹുവിനോട് പുറത്തു തരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാ അല്ലാഹു നമുക്ക് തരുന്നത് ജസാഉഹും മഗ്ഫിറ, പാപമോചനമാണ് അല്ലാഹു തരുന്നത്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കുകയാ. എന്നിട്ടോ വജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്ത് അരുവി ഒഴുകുന്ന ആരാമങ്ങൾ, അടിഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളല്ല തരുന്നതാ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവന് എന്നെന്നും ശേഷിക്കുന്നതാണ്. ഒരു സെക്കൻഡ് പോലെ തിരിച്ചാ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരില്ല. ആ നിലയിൽ പടച്ച തമ്പുരാനൊരു മനുഷ്യനെ അല്ലാഹു തആല സംഭാവനകൾ സമ്മാനം കൊടുക്കുകയാ. ഇതാർക്കാ കൊടുക്കുന്നത്? ജീവിതത്തിൽ പാപമില്ലാത്തവനല്ല. ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വത്തോടെ ഇളം കാലിന്റെ ചുവപ്പ് വിട്ടുമാറാത്ത, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറാത്ത, ഗർഭാശയത്തിന്റെ മനവ് വിട്ടുമാറാത്ത ഒരു കുഞ്ഞിനെ പറ്റിയിട്ടല്ല സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത്. അവനെ പറ്റിയല്ല പടച്ചവൻ മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്. നൈരന്തര്യം ദൈനംദിന തെറ്റ് ചെയ്യുന്ന മുസ്ലിമേ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞു. ആ പാപമോചനം തേടാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ട 10 ദിവസങ്ങളിൽ
4 രാത്രികളാണ് കഴിഞ്ഞു പോയത്, 3 രാത്രികളാണ് കഴിഞ്ഞു പോയത്. 3-ാമത്തെ പകലിന്റെ പകുതിയോളം നമ്മൾ എത്തിച്ചേരുമ്പോ ഇന്ന് പടിഞ്ഞാറ് ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് 3-ാമത്തെ പകലും അങ്ങ് അവസാനിച്ചു, 4-ാമത്തെ രാവിലേക്ക് പ്രവേശിച്ചു. ഇനി എത്ര ദിവസമാണുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പാപത്തിന്റെ കറകൾ മുഴുവനെ കഴുകിക്കളയാ. ഒരു ശില്പി തന്റെ ശില്പത്തിന്റെ ശിലയുടെ ഉള്ളിൽ ശില്പമുണ്ടെന്ന് ശില്പി പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളറകളിൽ കുറ്റബോധത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, പാപമോചനത്തിന്റെ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അത് പടച്ചവന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പാപമോചനമെന്ന് പടച്ചതമ്പുരാൻ ഈ 2-ാമത്തെ 10 വിവരിക്കുമ്പോ മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരെ കരുനാഗപ്പള്ളി മഹലിലുണ്ടോ? ഇമാമുണ്ടോ? പ്രസിഡന്റ് ഉണ്ടോ? സെക്രട്ടറി ഉണ്ടോ? പ്രഭാഷകനുണ്ടോ? പ്രബോധകരുണ്ടോ? ഇല്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. കാരണം അല്ലാഹുവിന്റെ ഹബീബാ പറഞ്ഞത്, ഒരു വാക്ക് പോലെ തമാശയ്ക്ക് അവിടെ നിന്ന് വരാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറയുന്നു, എല്ലാ ആളുകളും പാപം ചെയ്യുന്നവരാണ്. ആ പാപം ചെയ്യുന്ന മനുഷ്യരില് അല്ലാഹു തആല പശ്ചാത്തപിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി. അവരായി നമ്മൾ മാറണമെന്നായി പറയുന്നത്. ആ പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നൊരു അവസരമാണ് ഈ പരിശുദ്ധമായ റമളാൻ മാസം, പ്രത്യേകിച്ച് 2-ാമത്തെ 10. നമ്മളതിനുള്ള ശ്രമം നടത്തണം. നിങ്ങൾ നോക്കിയ റബ്ബ് തന്ന കാരുണ്യം എത്രയാണ്. ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഭൂമി വിണ്ട് കീറി അതിനകത്തേക്ക് വീണ് ഇന്നും ഈ പ്രസംഗിക്കുന്ന 2024 മാർച്ച് മാസം ഈ ദിവസത്തിൻ്റെ പട്ടാപ്പകല് ഞാനും നിങ്ങളും ഈ കരുനാഗപ്പള്ളി പള്ളിയുടെ മുറ്റത്തൊരുമിച്ച് കൂടുമ്പോഴും ഭൂമിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഖാറൂൻ അടക്കമുള്ള ആളുകളെ അല്ലാഹു തആല ഭൂമി വിണ്ട് കീറിയിട്ട് അതിനകത്തേക്ക് ആക്കി അല്ലാഹു തആല നശിപ്പിച്ചില്ലേ? എത്രയോ സമുദായത്തെ അല്ലാഹു തആല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. എല്ലാ പള്ളികളും AC ആയി. നമ്മുടെ പള്ളി AC അല്ലേ? ചെറിയ പള്ളികളിൽ എല്ലാം ആയി അല്ലേ? എല്ലാ പള്ളികളും AC ആണ്. പണ്ടൊരു AC പള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആറാട്ടുപുഴ ഒരു AC പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ആ പള്ളിയിൽ മാത്രമേ AC ഇല്ല, ബാക്കി എല്ലാ പള്ളിയിലും AC ആയി. ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ AC ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവിടെ മാത്രം AC ഇല്ല, ബാക്കിയെല്ലായിടത്ത് AC ആയി. ഇവിടെ പിന്നെ വലിയ പള്ളിയാണ്, എത്ര AC വെച്ചാലാ തികയ്യ? റമളാൻ കഴിഞ്ഞ് വെക്കുമല്ലേ? അൽഹംദുലില്ലാ. അല്ലാതെ പറ്റില്ല. ആളുകൾക്ക് അവർ പറയുന്ന ഇതാണ്, തറാവീഹിനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാവരുടെയും നിസ്കാരം ബാത്തിലാണ്. ഈ ഫാനിന്റെ കാറ്റും പോരാ, AC-യുടെ കുളിരും പോരാ, നിന്ന് ഊതിയിറക്കാൻ നെഞ്ചിലോട് അല്ലേ? അപ്പോഴേ നിസ്കാരം ബാത്തിലാവുകയാണ്. നമ്മൾ കാലോചിതമായിട്ട് ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവുമില്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികൾ അങ്ങനെ ആകണം, നല്ല പള്ളികൾ, ഇത്ര മനോഹരമായ പള്ളികൾ. കേരളത്തിൽ ചില പള്ളികളിൽ ചെന്നാൽ സുജൂദ് ചെയ്യാൻ തോന്നൂല. ചില പള്ളികളിൽ കയറിയാൽ, ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ, നമ്മുടെ സാധാരണ ഇത് പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ജുമയ്ക്ക് മാത്രമൊക്കെ ഇടുക, എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല. അപ്പം ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂദ് ചെയ്യാൻ തീരെ തോന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂദ് ചെയ്യാൻ പറ്റും. ചില പള്ളികളുടെ കോലമാണ്. അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്കും സമയമില്ല. പള്ളികൾ കയറാൻ ആളുകൾ ആഗ്രഹിക്കണം. പള്ളിക്കകത്ത് കയറിയാൽ പുറത്തിറങ്ങാൻ തോന്നരുത്. AC-യോ ഫാനോ ബഹൂറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം. ആളുകൾക്ക് കയറിയ പിന്നെ ഇറങ്ങാൻ തോന്നരുത്. ഇത് സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ മതി, ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കാൻ ആളുകൾ. അത്ര ചൂടാണ്, അത്ര കഠിനമായ ചൂടാണ്. പക്ഷേ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറയുന്ന നിങ്ങളെ ശ്രദ്ധിക്കണം.
തീക്കാറ്റടിച്ചിട്ടാണ് അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു കോലം മറിച്ച് കുരങ്ങന്മാരാക്കി മാറ്റി. കൂനു ഖിറദത്തൻ ഖാസിഈൻ. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ, ഭൂമി വിണ്ടുകീറി തീക്കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അല്ലാഹു തആല കുരങ്ങന്മാരാക്കി കോലം മറിച്ചു. ചില ആളുകളെ അല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? പ്രളയത്തിൽ മുക്കിക്കൊന്നു. ഈ നിലയിൽ അല്ലാഹു തആല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു. ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച കോലമാണ്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഖുർആനാണല്ലോ ഈ പറഞ്ഞത് ഇത്രയും? തീക്കാറ്റ്, കൊടുങ്കാറ്റ്, ഭൂമി വിണ്ടുകീറൽ, പ്രളയം കൊടുത്തത്, അതുപോലെ തന്നെ കോലം മറിച്ചത്, ഇതെല്ലാം മുൻഗാമികളെ അല്ലാഹു നശിപ്പിച്ച ഓരോ രീതികളാണ്. അവരിൽ ഓരോ തെറ്റുകൾ നിഴലിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, സ്വവർഗരതികളാവുക, അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട കരുനാഗപ്പള്ളിക്കാരെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ? മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അല്ലാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിന്റെ പേരിലാണ്. എന്നാൽ ആ തെറ്റുകൾ മുഴുവനും ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ്? പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും അല്ലാഹു തആല തീക്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കൊടുങ്കാറ്റടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും, ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ? ഈ കരുനാഗപ്പള്ളിയിലല്ലേ സുനാമി വന്നത്? പ്രിയപ്പെട്ടവരെ, അതല്ല ടെസ്റ്റ് ഡോസാണ്. അള്ളാന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഖുർആൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹു തആല ബനൂ ഇസ്രായേലിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? ഇന്ന് പരീക്ഷണ തലയിലെ പേനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും പേനാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിനകത്ത് നിറച്ച് പേനാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താലും പേനാണ്. അതുപോലെ ശരീരത്തിലെ വസ്ത്രത്തില് മുഴുവനും പേനാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നാണക്കേടാണ്. ശരീരത്തിൽ ഏത് വസ്ത്രം ധരിച്ചാലും പേനാണ്, പൊഴുത്തു പേൻ കിടക്കുകയാ. ആ നിലയിൽ അല്ലാഹു പരീക്ഷണം കൊടുത്തപ്പോ ദുആ ചെയ്ത് പരീക്ഷണം മാറ്റിക്കൊടുത്തു. ധിക്കാരം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത്? കുടിക്കുന്ന വെള്ളത്തിൽ തവള, കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള, അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള, കിടക്കാൻ പറ്റില്ല തവള. ആ നിലയിൽ അല്ലാഹു തആല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു. അവര് നന്നാകാമെന്ന് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു. പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റിക്കൊടുത്തപ്പോൾ അവരെ ധിക്കാരികളായി വീണ്ടും മാറി. അല്ലാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ? കുടിക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് വെള്ളമെടുത്താ നിറയെ രക്തമാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താ പച്ച രക്തമാണ്. അവിടെ ശരീരത്തിലാകമാന രക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ അതിനകത്ത് രക്തമില്ല. അങ്ങനെയാണ് ദുർമാർഗിയായൊരു പെണ്ണ് സന്മാർഗിയായൊരു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ രക്തമാണ്, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ? നീ കുടിക്കുമ്പോൾ അത് രക്തമാകുന്നില്ലല്ലോ. ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടു. എന്നിട്ട് ആ പെണ്ണിന്റെ ചുണ്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് ചെയ്തു. അല്ലാ, സന്മാർഗിയായ പെണ്ണിന്റെ വായിലിരിക്കുന്ന വെള്ളം ശുദ്ധവെള്ളമാണ്. പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല മാറ്റിക്കൊടുത്തു. ഇത് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ? ഇങ്ങനെ പരീക്ഷണങ്ങളുടെ 100 രംഗങ്ങൾ അല്ലാഹു കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും അല്ലാഹു പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ്. ചില ആളുകൾ അളവിലും തൂക്കത്തിൽ കുറവ് വരുത്തിയവരാ, ചില ആളുകൾ സ്വവർഗരതിയിൽ ആണ്ടുപോയവരാ, ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ, ചിലര് പാവങ്ങളെ സഹായിക്കാൻ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാറ്, അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാൻ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ ഒരു കോർവയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എന്നാ ചോദിക്കട്ടെ മുസ്ലിം ഉമ്മത്തെ, ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിലില്ലേ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുന്നില്ലേ? പാവപ്പെട്ടവരെ പുച്ഛിക്കുന്നവരുന്നില്ലേ? പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരുന്നില്ലേ? അള്ളാഹിന് വേണ്ടി സുജൂദ് ചെയ്യാത്തവരുന്നില്ലേ? കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും
മദ്യത്തിന്റെയും മദിരാശയുടെയും പിന്നാലെ പരക്കം പായുന്നവരില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയാ, പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല, അള്ളാഹു കോലം മറിച്ചില്ല. കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കഥയെടുത്ത് നോക്ക്. എവിടെയെങ്കിലും അള്ളാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യരെ അള്ളാഹു പാമ്പാക്കിയിട്ടുണ്ടോ? എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഇതൊന്നും അള്ളാഹു നമ്മളെ ശിക്ഷിക്കാതെ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഇത്രയും നാള് കാപ്പരക്ഷിച്ച പടച്ചവനുണ്ടല്ലോ. ആ പടച്ചവന്റെ മുമ്പിൽ പാപമോചനത്തിന്റെ കരങ്ങൾ നീട്ടിയാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കറകൾ കഴുകാൻ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, എനിക്ക് നീ പൊറുക്കലിനെ തരണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ ഞാൻ ഹതഭാഗ്യനാ, നീ പൊറുത്തില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ. അതുകൊണ്ട് പൊറുത്തു തരണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് തേടേണ്ട 10 ദിവസങ്ങളാ നമ്മുടെ മുമ്പിലുള്ളത്. ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ. നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്താണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുകയാണ്. അല്ല, പാപികൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തിഗ്ഫാർ. അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. അതൊരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, തസ്ബീഹ് പോലെ, തഹ്മീദ് പോലെ, തംജീദ് പോലെ, തക്ബീർ പോലെ, തഹ്ലീൽ പോലെ ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത്. അതിന്റെ തെളിവെന്താണെന്നറിയോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? മഅസൂമീങ്ങളല്ലേ? ഏതെങ്കിലും പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപത്തിന്റെ എന്തെങ്കിലും ഒരു ചാപല്യം തൻ്റെ ജീവിതത്തിന്റെ 7 അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ റസൂലല്ലേ അർശും കുർസും ലൗഹും കലമും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ ഹബീബാണ് സർവ്വലോകവും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതര്. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. നബി എന്ത് തെറ്റ് ചെയ്തിട്ടാ നബി? നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ? എന്നിട്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയത് എന്തുകൊണ്ടാണ്? സമുദായത്തെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ പൊന്നനുചരന്മാരെ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല, അതൊരു ഇബാദത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. 100 ഇസ്തിഗ്ഫാർ. നമ്മളോ റമളാൻ മാസത്തിൽ മാത്രം, അതും 2ാമത്തെ 10 മാത്രം, അതും 15 പ്രാവശ്യം. 3 5 വഖത്ത് നിസ്കാരത്തിൽ 3 വട്ടം വീതം, തറാവീഹിന് 3, വിത്തറിന് ചില പള്ളികളിലുണ്ട് 3, അങ്ങനെ 15 6 21 പ്രാവശ്യം ദിവസം നമ്മൾ റമളാന്റെ 2ാമത്തെ 10 മാത്രം ചെയ്യുന്ന സംഗതി ദിവസം